പറയട്ടെ. ഇനി അടുത്തത് മൗലവി പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഓരോന്നോരോന്ന് നാളാകത്ത് വന്നിട്ട് ശരിയാകാണ്. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. മരിച്ച വീട്ടിൽ നിന്ന് ദ്വാരക്കുമ്പോൾ പരിഹസിക്കുന്നവരല്ലേ ഇവർ? മരിച്ച വീട്ടിൽ നമ്മൾ ദ്വാരക്കുമ്പോൾ കൈ ഉയർത്തുമ്പോൾ കൈ ഉയർത്താത്തവല്ലേ അവരല്ലേ ഇവർ? ഇപ്പോഴിവിടെ വന്നിട്ട് പറയുന്നത് മരിച്ച മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം മക്കളെ. എന്താ കാരണമെന്നറിയോ? ഞാനൊരു ഹദീസ് ഓതി, ഇദാ ഹദർതുൽ മരീള ബിൽ മയ്യിത ഫഖൂലു ഖൈറാ. നിങ്ങൾ മരണം ആസന്നമായ രോഗികൾ, ആ രോഗികളെ സമീപത്തോ മരിച്ചവരുടെ സമീപത്തോ എത്തിയാൽ ഖൈറായത് ചൊല്ലണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഖൈറായ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് മരിച്ച മയ്യിത്തിനെടുക്കൽ ഖൈറായത് ചൊല്ലണം എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ ഏറ്റവും ഖൈറായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം എന്ന് സാധുവായ ഞാൻ പറഞ്ഞു. കാരണം നമ്മളെ ഇമാമിങ്ങളെ കിതാബൊന്നും തെളിവ് പറഞ്ഞാൽ ഇവർക്ക് പറ്റൂല. ഹദീസിന്റെ ലഫ്ദ് തന്നെ കിട്ടണമല്ലോ. അവിടെ ഹദീസിന്റെ ലഫ്ദ് തന്നെ ഞാനങ്ങ് പറഞ്ഞു. അപ്പൊ സഹോദരന്മാര് ചിന്തിക്കണം. മൗലവി പറയുന്ന മുസ്ലിയാര് കട്ടുവെച്ചതാണ്. ഫൈനൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂന. നിങ്ങൾ ചൊല്ലുന്നതിന് മലക്കുകൾ ആമീൻ പറയുമെന്ന് അതിന്റെ ശേഷമുണ്ട്. അത് മുസ്ലിയാര് കട്ടതാണ്. മൗലവി കട്ടതല്ല, അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. നിങ്ങളത് പറഞ്ഞല്ലോ, അതാ ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഞാനത് വിശദീകരിച്ചു തരാ. ശരിക്കൊന്ന് കേട്ടോ. നിങ്ങൾ പഠിച്ചു വെച്ചോ. രണ്ടവസരത്തിലും മുസ്ലിമീങ്ങൾക്ക് രണ്ട് സുന്നത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, ഒരു രോഗിയുടെ സമീപത്ത് ഹാജരാകുമ്പോ നമ്മൾ നല്ലതേ പറയാവൂ. കാരണം രോഗിയുടെ സമീപത്ത് വെച്ച് നമ്മൾ പറയുന്ന കാര്യത്തിന് ആമീൻ പറയാൻ മലക്കുകളുമുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. രോഗിയെ സന്ദർശിക്കുമ്പോൾ വെറുതെ അവരുടെ കുട്ടികൾ മറ്റു വർത്താനം പറഞ്ഞു തിരിയലല്ല വേണ്ടത്. രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ടോ അല്ലാതെയോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫീ ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഞാനതിന്റെ ആശയം കൂടുതലായി ശരീകരിക്കാൻ എനിക്ക് സമയമില്ല. അല്ലാഹുവേ, ഈ രോഗിക്ക് നീ ശിഫ നൽകണം റബ്ബേ. ഒരു വേദനയും ബാക്കിയാകാത്ത നിലക്ക് നീ ആ ദുആ സ്വീകരിച്ചുകൊണ്ട് ഈ രോഗിക്ക് ശമനം നൽകണം റബ്ബേ എന്ന രോഗിയെ സന്ദർശിക്കുമ്പോ മുസ്ലിമീങ്ങൾ പറയൽ സുന്നത്താണ്. വേറെയും പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ചൊല്ലുമ്പോ മലായികത്തുകളോടും ആമീൻ പറയുന്ന നേരമാണ്. അതുകൊണ്ട് രോഗിയുടെ സമീപത്ത് ചെന്നാൽ നിങ്ങൾ ഖൈറേ പറയാവൂ. അതേ ഹദീസിന്റെ ബാക്കി ഭാഗമാണ് ഇദാ ഹദർതുൽ മരീള ബിൽ മയ്യിത. ഈ മയ്യത്തിന്റെ അടുക്കൽ ചെന്നാൽ എന്താണുള്ളത്? പ്രാർത്ഥിക്കാൻ. മയ്യത്തിനെ കാണുമ്പോൾ നമ്മൾ വെറുതെ മയ്യത്ത് കണ്ട പോലെയല്ല സുന്നത്തുള്ളത്. മയ്യത്ത് കണ്ട പോലെയുള്ള ഒരു വലിയ പുണ്യമൊന്നുമില്ല സുഹൃത്തുക്കളെ. ജനാസയുടെ അരികിൽ നമ്മൾ ഹാജരാകുമ്പോൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ റസൂലുള്ളാഹി അബൂ സലമത്തിന്റെ അരികിലേക്ക് പ്രവേശിച്ചിട്ട് അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി ദുആ ചെയ്ത സംഭവം നമുക്ക് സഹിഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയ്യീൻ എന്ന് തുടങ്ങിയിട്ട് കുറേ പ്രാർത്ഥിച്ചിട്ട് ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലമാക്കി കൊടുക്കണേ, ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ, അബൂ സലമത്തിന്റെ ദറജ നീ എത്തിക്കൊടുക്കണേ, അബൂ സലമത്തിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരാകാനും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരാകാനും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്, നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രോഗിയുടെയോ മയ്യത്തിന്റെയോ അരികിൽ ഹാജരായാൽ നിങ്ങൾ നല്ലതിനെ ചോദിക്കണേ, നല്ലത് പറയണേ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ആ ഹദീസല്ലേ ബാക്കി ഭാഗം കട്ടമുറിച്ചിട്ട് നിങ്ങൾ എന്ത് തെളിവാക്കിയത്? ജനാസയുടെ ഒപ്പം പോകുമ്പോൾ ധാരാളം പറയാൻ കേട്ടോ. അത് തെളിവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അത് മയ്യത്തിന്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനാണ് ആ ഹദീസിൽ പറഞ്ഞതെങ്കിൽ നിങ്ങൾ എന്തേ ഹദീസിന്റെ ആദ്യ ഭാഗം കണക്കിലെടുക്കാത്തത്? ആദ്യ ഭാഗത്ത് ഇദാ ഹദർതുൽ മയ്യിത്താനല്ലോ ആദ്യം പറഞ്ഞത്, ഇദാ ഹദർതുൽ മയ്യിത്താനല്ലേ?
അപ്പൊ ആദ്യം രോഗി കരിക്കലേക്കല്ലേ പോകേണ്ടത് ആഗ്രഹങ്ങളെല്ലാം എന്റെ ആരെയും കാണാത്ത റോഡിലൂടെ ഇപ്പൊ കുറച്ചേക്കാവേ ഒരേ മാറ്റി പോലെ എന്റെ നമ്മളെ കുഞ്ഞമ്മരാജി ഒരാൾ പേര് പറഞ്ഞതാണ്. ഉദാഹരണത്തിൽ നമ്മളെ കുഞ്ഞമ്മരാജി രോഗിയായി കിടക്കുകയാണ്. അയാളുടെ ഞങ്ങൾ രാജാവികളുടെ എല്ലാം പോവുക ഒറ്റ കൊണ്ടാ പോകത്ത് അതല്ലെങ്കിൽ അടിയിൽ പോലെ ചെയ്യാണെങ്കിൽ അപ്പൊ സുഹൃത്തുക്കളെ രാജാവികളെല്ലാം വേണ്ടി പറയുന്നതല്ല. അത് രോഗിയുടെയോ മയ്യത്തിന്റെയോ സമീപത്തെത്തുമ്പോ ദുആ ചെയ്യണം ഉമ്മമാരെ, ദുആ ചെയ്യണം എന്റെ സഹോദരങ്ങളെ. വെറുതെ രോഗിയെ സന്ദർശിച്ച് വെറുതെ വർത്തമാനം പറഞ്ഞു പോലല്ല വേണ്ടത്. മയ്യത്ത് സന്ദർശിച്ച് വെറുതെ പോലല്ല വേണ്ടത്. ദുആ ചെയ്യണേ. ഇത് മുജാഹിദിന്റെ പേരിൽ നിന്ന് തന്നെയാ പറയുന്നത്, സംശയിക്കേണ്ട. നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാരില്ലേ മുജാഹിദിന്റെ സ്ഥാപനങ്ങളിലേക്ക് വിടേണ്ട മക്കളെ വിടരുതെന്ന്. കാരണം രോഗിക്ക് വേണ്ടിയോ മരിച്ചവർക്ക് വേണ്ടിയോ ദുആ ചെയ്യാൻ അവർ കൂട്ടാക്കാത്തവരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പറ്റിക്കാറില്ലേ. ആ ദുഷ്പ്രചരണത്തിന്റെ കടക്കൽ കൂടി ഇതായതോടുകൂടി കത്തിവെക്കപ്പെട്ടിരിക്കുന്നു. മുജാഹിദിന്റെ ആശയത്തിന് കത്തിവെക്കപ്പെട്ടിരിക്കുന്നു. മരിച്ച മയ്യത്തിന്റെ അടുക്ക പോയി മയ്യത്തും കണ്ടുപോന്നാ പോരാ, ദുആ ചെയ്യണേ എന്ന് മൗലവിയെ കൊണ്ട് നാദാപുരത്തുനിന്ന് പറയിപ്പിച്ചു. ചിലര് ചോദിക്കും എന്താ ഖണ്ഡന പ്രസംഗത്തിന്റെ നേട്ടം? ഖണ്ഡനത്തെ പ്രസംഗത്തിന്റെ നേട്ടം ഇങ്ങനെ മൗലവിമാരെ കൊണ്ട് ഏത്തയിടി